ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി ഹണി ഗ്ലേസ്ഡ് ഗാർലിക് ചിക്കനും ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, ഈസിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇത് ചിക്കൻ നമുക്കൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി കോമ്പിനേഷനിലാണ് വരുന്നത്. ഇത് സ്റ്റാർട്ടേഴ്സായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നൂഡിൽസ്, ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെയും കൂടെ സൈഡ് ഡിഷായിട്ടും യൂസ് ചെയ്യാം. ഇത് ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ബാസ്മതി റൈസ് 1 കപ്പ് ബാസ്മതി റൈസ് വേവിച്ചതാണ്. ഗാർലിക് 3 ടീസ്പൂൺ, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓരോ ടേബിൾ സ്പൂൺ ഈച്ച്. ഇനി ക്യാരറ്റ്, കാപ്സിക്കം, ബീൻസ്, സ്വീറ്റ് കോൺ ഫ്രോസൺ ആണ് എടുത്തത്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ വേണം, വിനീഗർ 1/2 ടീസ്പൂൺ, പഞ്ചസാര 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇനി റീഫൈൻഡ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ടൊരു വൈഡായിട്ടുള്ളൊരു പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്കൊരു 3 ടീസ്പൂൺ ഗാർലിക് ആഡ് ചെയ്ത് ചേർക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഗാർലിക് ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മളിത് ഫുൾ പ്രോസസ്സ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒരു 4 ബീൻസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ്, ഒരു ഹാഫ് ക്യാപ്സിക്കം, കുറച്ച് സ്വീറ്റ് കോണാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് അധികം കുക്ക് ചെയ്യാൻ പാടില്ല, നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാനേ പാടുള്ളൂ. അതിൻ്റെ ക്രഞ്ചിനെസ് പോകാൻ പാടില്ല. അപ്പോൾ നമുക്കിനി അടുത്തത് ക്യാരറ്റ് ചേർക്കാം. ഞാനിവിടെ ഒരു ഹാഫ് ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. നമുക്ക് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാബേജ് ആഡ് ചെയ്യാം, ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, കോളിഫ്ലവർ ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. അപ്പോൾ നമുക്കിനി ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഹാഫ് ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. നമുക്കതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി സ്വീറ്റ് കോൺ കൂടെ ചേർക്കാം. ഇത് ഫ്രോസൺ സ്വീറ്റ് കോണാണ്, ഇത് ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് റൈസാണ്. അപ്പോൾ ഞാൻ റൈസ് തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നല്ലത് തണുത്ത റൈസാണ്. അപ്പോൾ ഇതുപോലെ ഒട്ടാതെ കിട്ടും. ചൂടുള്ള റൈസാകുമ്പം എളുപ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി അറ്റ്ലീസ്റ്റ് ഒരു 2 hours മുന്നെയെങ്കിലും റൈസ് വെച്ച് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് പൊട്ടാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും മിക്സ് ചെയ്യാം. നമുക്ക് സോയാ സോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്യണം. വെജിറ്റബിൾസിൽ ആഡ് ചെയ്താൽ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കളറും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് റൈസിലാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. നമ്മൾ റൈസിലിട്ടിട്ടുണ്ട്, വെജിറ്റബിൾസിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി നല്ലപോലെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാര വെജിറ്റബിൾസിലും ചേർക്കാം. വെജിറ്റബിൾസിൽ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കളറ് പോവാതെ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് റൈസിലാണ് ചേർത്തത്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. പഞ്ചസാര ചേർക്കുകൊണ്ട് നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരും. വിനീഗറും ചേർക്കണ്ട. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ ഭാഗം നമ്മൾ മാറ്റി വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം.
സെലറി ഉണ്ടെങ്കിൽ നമുക്ക് സെലറി കൂടെ ആഡ് ചെയ്യാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ കുറച്ചതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ചിക്കനിലോട്ട് പോകാം. ഹണി ഗ്ലേസ്ഡ് ഗാർലിക് ചിക്കൻ. ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചിക്കൻ ഒരു 400 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഗാർലിക് 1 ടേബിൾ സ്പൂൺ, സ്പ്രിംഗ് ഓണിയൻ 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ 1 ടീസ്പൂൺ. ഇനി മൈദ 1/2 കപ്പ്, മുട്ട 1 എണ്ണം, ഹണി 2.5 ടേബിൾ സ്പൂൺ, ഹോട്ട് സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, വെള്ളം 2.5 ടേബിൾ സ്പൂൺ, സോയ സോസ് 1.5 ടേബിൾ സ്പൂൺ, സെസമി സീഡ്സ് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, റിഫൈൻഡ് ഓയിൽ വറുക്കാൻ ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഇതിനായിട്ട് 2 ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ബോണുള്ള പീസാണെങ്കിലും കുഴപ്പമില്ല. ഞാനിത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു മുട്ട ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തത് സോയാ സോസ് ചേർക്കണം. നമുക്ക് 1.5 മുതൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു അര മുതൽ ഒരു 1 ടീസ്പൂൺ വരെ അര ടീസ്പൂൺ അധികം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സോയാ സോസിൽ ഉപ്പ് കാണും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് വേണം, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സെങ്കിലും വെക്കണം. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി നമ്മുടെ സോസുകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു ബൗളിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തു. ഇനി വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹണിയും ഒരു 2.5 ടേബിൾ സ്പൂൺ. വെള്ളവും ഹണിയും നമ്മൾ സെയിം എമൗണ്ടാണ് എടുത്തത്. ഹണിയുടെ അളവ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. നമുക്ക് ഹണി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ഹോട്ട് സോസാണ് ആഡ് ചെയ്യേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. നമുക്കിതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് വാട്ടറി ആയിട്ട് തോന്നും, പക്ഷെ അത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കുമ്പം ശരിയായിട്ട് വരും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് മൈദയിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് മൈദയിൽ ജസ്റ്റ് ഒരു തവണ ഇതുപോലെ നന്നായിട്ട് തന്നെ ചിക്കൻ പീസസിന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ പീസും കോട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഔട്ടർ പാർട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. മൈദയിൽ നമുക്ക് സോൾട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് പ്ലെയിൻ മൈദ മതി. അപ്പോൾ നമുക്കിനി പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിം വെക്കരുത്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ തീ നന്നായി കുറച്ച് വെച്ച് നമുക്ക് ഓരോ പീസസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ചിക്കൻ പുറമേ പെട്ടെന്ന് കരിഞ്ഞു പോകും, അകം വേവില്ല. അപ്പോൾ അതിനായിട്ട് തീ കുറച്ച് വെച്ച് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. നമുക്ക് ഈ ചിക്കൻ നമുക്കൊരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കണം, ഗാർലിക്കിൻ്റെ ഒരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഗാർലിക് പൗഡർ കൂടെ ചേർത്താൽ മതിയാവും.
അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പീസസ് കൂടെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിനി ഞാനിവിടെ ഒരു തവണ കൂടെ നമുക്ക് ഈ ചിക്കൻ പീസസ് എല്ലാം ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ടിട്ടാണ് വറുത്തെടുത്തത്. ഒന്നുകൂടെ ഒന്ന് ഡബിൾ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ചിക്കൻ ഒന്ന് ക്രിസ്പി ആയിട്ട് വരാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അതെ, ചിക്കൻ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സോസ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ബോയിലായി ഒരു കുറുകിയ പോലെ വരും. അതുവരെ നമുക്ക് ബോയിൽ ചെയ്യണം. ഇനി ഇതിലോട്ട് നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ സ്പൈസി ആവശ്യമാണെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ സോസ് എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കുറച്ച് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച എള്ളാണത്, വൈറ്റ് സെസമി സീഡ്സ്, അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്പ്രിംഗ് ഓണിയൻ കൂടെ ആഡ് ചെയ്യണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഫ്രൈഡ് റൈസും ഈ ചിക്കനും നല്ല കോമ്പിനേഷനാണ്. ഇതിന് ഗ്രേവി ഉണ്ടാവില്ല, കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.